ഹലോ ഗായ്സ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് ക്രീക്കിലേക്കാണ്. അപ്പം ഞാൻ വർഷം കൂടി ഇന്ന് ക്രീക്കിൽ പോവാണ്. അതിന് വേണ്ടി ബസ് സ്റ്റോപ്പ് തപ്പി നടക്കുകയാണ്. നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. നല്ല ചൂടാണ് ഇന്ന് പുറത്ത്, വെയിലൊക്കെ കൊണ്ട് കരുവാളിച്ച് വരും മിക്കവാറും. അങ്ങനെ ഞങ്ങൾ വന്ന് ബസ് വരാൻ ടൈം എടുക്കും. അപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് നേരം ബസ് സ്റ്റോപ്പിനകത്തൊക്കെ റെസ്റ്റ് എടുത്ത് അങ്ങനെ ബസ്സൊക്കെ വന്ന് ബസ്സിൽ കയറി നമ്മളിവിടുന്ന് ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ മെട്രോ കയറി വേണം ക്രീക്കിലേക്ക് പോകാൻ വേണ്ടി. കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി നടന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ നമുക്ക് മെട്രോ ഒക്കെ കിട്ടി. മെട്രോയിൽ കയറി ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ അവിടെ നിന്ന് കുറേ നേരം ഇരുന്ന് പിന്നെ കുറേ നേരം നിന്ന് മാറി അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ക്രീക്കിലേക്ക് എത്തി നമ്മൾ അവിടുന്ന് മെട്രോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. നല്ല ബോട്ടൊക്കെയാണ്. നമ്മൾ നടന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും വൈകുന്നേരമായി. ഞങ്ങളൊരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കായിരുന്നു ഇറങ്ങിയത്. ഇവിടെ നൈറ്റിൽ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. വർഷയ്ക്ക് കപ്പലൊക്കെ ഓടിക്കണമെന്ന് പറഞ്ഞ് കപ്പലൊക്കെ ഓടിച്ച് ഞങ്ങൾ ഓരോ സ്മോൾ പെഗ്ഗൊക്കെ കുടിച്ച് എൻജോയ് ചെയ്ത്. ഇവിടുത്തെ ഫുഡെന്ന് പറയുന്നത് വായി വെക്കാൻ കൊള്ളൂല്ല, അത് തന്നെ സത്യം. എന്നുവെച്ചാൽ ഫുഡ് നമുക്ക് സെറ്റാകാത്തതാണ്. നൂഡിൽസ് ആണെങ്കിലും പാസ്തയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഒന്നും കൊള്ളൂല്ല കഴിക്കാൻ. വേറൊരു ടേസ്റ്റാണ് ഇവിടുത്തെ. നമുക്കതൊന്നും അങ്ങനെ നമ്മുടെ ടേസ്റ്റിനൊത്തതല്ല. പിന്നെ എല്ലാം ഒന്ന് പാത്രത്തിലൊക്കെ വെച്ച് കളർഫുള്ളാക്കി കൊണ്ട് നടക്കുന്നുണ്ട്. ആകെ കഴിച്ച് കഴിഞ്ഞതിനകത്തുനിന്ന് ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് പിന്നെ കൊക്കക്കോളയും കുടിച്ച് അതേ ഉള്ളായിരുന്നു. വേറെ ഒന്നുമില്ല. കുറേ ഇലകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും കൊള്ളൂലായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഓരോ ബോട്ടുകൾ ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസം. നല്ല ലൈറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ വാട്ടർ മെലൺ മാത്രം കഴിച്ച് അതിനകത്ത് ഫ്രൂട്ട്സിനകത്തുനിന്നും. പിന്നെ നമുക്കിവിടെ ബോട്ടിലാണെങ്കിൽ നല്ല പരിപാടിയൊക്കെ ഉണ്ടായി. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ താഴത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ മേളിലേക്ക് കയറിയപ്പോൾ മേളിൽ കുറേ കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ബൊമ്മക്കുട്ടിയുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത്. അവർക്കെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഞങ്ങൾ മാറി നിന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പിടിച്ച് വാ ഞങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യാം വാ, നമ്മൾ ഇന്ത്യൻസാന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു ഹാപ്പിനെസ് പോലെയാണ്. ഞങ്ങളുടെ കയ്യിലൊക്കെ പിടിച്ച് ഞങ്ങളോട് ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മെട്രോ കയറി ഞങ്ങൾ റൂമിലേക്ക് പോകാൻ പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ 1 ഡേ ട്രിപ്പ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.